അസ്സലാമു അലൈക്കും. ലക്ഷറി സ്റ്റൈലിലുള്ള ഒരു ഫലൂദ നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ ഫലൂദക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഈത്തപ്പഴം, ബദാം, പിസ്ത, വാൽനട്ട്, അത്തിപ്പഴം, മുന്തിരി 2 വിധം, അണ്ടിപ്പരിപ്പ്, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ സബ്ജ സീഡ് വെള്ളത്തിലിട്ട് വെക്കുക കുതിരാനായിട്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. നട്ട്സ് എല്ലാതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. തിന്നായിട്ടുള്ള വെർമിസെല്ലി അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് 10 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒന്ന് വെള്ളം വാർത്ത് വെക്കുക. റോസ്റ്റ് ചെയ്തെടുത്ത ഈ നട്ട്സ് ചെറിയ പീസാക്കി മാറ്റി വെക്കുക. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ആദ്യം സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് റോസ് മിൽക്ക്, അതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച വെർമിസെല്ലി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ ഈത്തപ്പഴം മുറിച്ചതിട്ട് കൊടുക്കുക. പിന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ജെല്ലി, പല നിറത്തിലുള്ള ജെല്ലി ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് അത്തിപ്പഴം മുറിച്ച് മാറ്റി വെച്ചാലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. മുന്തിരി, ഉണക്ക മുന്തിരി ഉണ്ടായിരുന്നില്ല 2 വിധം, അത് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടെ ജെല്ലി വേറൊരു കളറിലുള്ളത് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഈ ഐസ്ക്രീമിന്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുത്താൽ ഫലൂദ സെറ്റായി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വെർമിസെല്ലി വേവിച്ചെടുക്കുമ്പോഴും സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോഴും അതിൽ ശകലം മധുരം ഇട്ട് കൊടുക്കണം. പഞ്ചസാര അവനവന് എത്രയാണോ ആവശ്യം അത്രയും തന്നെ, കാരണം ഫലൂദ നല്ല മധുരമുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തൃപ്തികരമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.